നമസ്തേ. രത്നവിശേഷങ്ങളുമായി രത്നശാസ്ത്രയുടെ പുതിയൊരു എപ്പിസോഡ് ആരംഭിക്കുകയായി. കൂടെയുള്ളത് ഉണ്ണികൃഷ്ണൻ ശിവാസ്. രത്നശാസ്ത്രയിലേക്ക് സ്വാഗതം സർ. നമസ്കാരം. നമസ്തേ. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്ത ഒരു കാര്യമായിരുന്നു ഏഴര ശനിയെ കുറിച്ച്. നമ്മൾ ശനിയുടെ ട്രാൻസ്മിഷന് അതിൻ്റെ പ്രത്യേകതകൾ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ ഒരു ഏഴര ശനിയുടെ സമയത്ത് ശനിയുടെ രത്നം ഉപയോഗിക്കണോ അല്ലെങ്കിൽ ഉപയോഗിക്കുന്നത് നല്ലതാണോ എന്നുള്ളതായിരുന്നു പ്രേക്ഷകരുടെ ഒരു കാര്യമായിട്ടുള്ളൊരു സംശയം. അതിന് നമ്മൾ കൊടുത്ത ആ ഒരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ആ ഒരു ഡീറ്റെയിലൊക്കെ വളരെയധികം ഉപകാരപ്പെട്ടു എന്നുള്ള ഒരു റെസ്പോൺസ് നമുക്ക് പലരും പറയുകയുണ്ടായിരുന്നു. അതൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. നമ്മളതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ സംസാരിക്കുകയുണ്ടായി. നമ്മൾ ഈ ശനിയെക്കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേകതകൾ, ശനിയുടെ പ്രത്യേകതകൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു സ്വഭാവം എങ്ങനെയാണ്? ശനി ഒരു പക്ക കർമ്മരംഗവുമായിട്ട് ബന്ധപ്പെട്ട് തൊഴിലിൻ്റെ ആളാണ്. എന്ത് തൊഴിലും ചെയ്യും, മനസ്സിലായില്ലേ? എന്ത് തൊഴിലും താഴെക്കടയിൽ ഇറങ്ങി നിന്ന് തൊഴിൽ ചെയ്യാനായിട്ട് വേളി നിൽക്കാം, അങ്ങനത്തെ ഒരു ക്യാരക്ടർ. അതായത് ഒരു കർമ്മരംഗം ഒരാളുടെ ചാർട്ടിൽ ഒരു ലൈഫ് ടൈമിൽ ശനിയുടെ കാലഘട്ടങ്ങൾ ചലഞ്ചസ് ഉണ്ടാവുമെങ്കിലും അയാൾക്ക് മോണിറ്ററി ബെനിഫിറ്റ്സും കർമ്മരംഗത്ത് തൊഴിലിലൊക്കെ പലവിധ ഗുണങ്ങളും ഉണ്ടാകുന്നതും തരുന്നതും ശനിയാണ്. ഇനി ശനി നല്ല പൊസിഷനിലാണ്, കർമ്മരംഗമായിട്ട് കണക്റ്റഡ് ആണ് എങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുകയേ വേണ്ട. പക്ക ബിസിനസ്മാൻ ആയിരിക്കും ഈ വ്യക്തി എന്ന് പറയുന്നത്. അത് തന്നെ അത് പലതരത്തിലായിരിക്കും. നമുക്ക് ഈ പറഞ്ഞ പോലെ ഹാർഡ്വെയർ, ഇരുമ്പ്, മെറ്റൽസ് ഒക്കെ, റിയൽ എസ്റ്റേറ്റ്, ബ്രോക്കറേജ്, കമ്മീഷൻ ഏജൻസ്, ഇതെല്ലാം ശനിയുടെ ഡ്യൂട്ടീസാണ്. ശനിയുടെ മേഖല. അപ്പോൾ ഇരുമ്പ്, അതുപോലെ തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്, മെഷീൻസ്, വലിയ വലിയ ഹെവി മെഷീൻസ്, ഓപ്പറേഷൻസ്, കാര്യങ്ങൾ ഒക്കെ ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു മേഖലകളാണ്. ചലഞ്ചസ് ഉണ്ടാക്കും. എപ്പോഴും നമുക്ക് ശനി സമയങ്ങളിൽ ചെറിയ ചെറിയ അപ്പ് ആൻഡ് ഡൗൺസ് കാര്യങ്ങൾ ഉണ്ടാവും. നമ്മളുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, അങ്ങനെയൊക്കെയുള്ള ഒരു കുറേ കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. ശരിക്കും ഒരു നല്ലൊരു ടീച്ചറാണ് ശനി. ഓക്കെ, നമ്മളെ ഒന്ന് കൃത്യമായിട്ട് പഠിപ്പിച്ച് അല്ലെങ്കിൽ ഐ ഓപ്പണർ എന്ന് വേണേൽ കൃത്യമായിട്ട് പറയാം. ഒരു ഐ ഓപ്പണറാണ് ശനിയുടെ പീരീഡ്. ശനിയുടെ ആ പീരീഡ് ഏഴര ശനി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തൊക്കെ ചെയ്യരുത്, ആരുകൊണ്ട് നമ്മുടെ കൂടെ നിൽക്കാനായിട്ട്, അല്ല ഞാൻ എന്തൊക്കെ മിസ്റ്റേക്കുകൾ ചെയ്തു, ഇനി അത് റിപ്പീറ്റ് ചെയ്യരുത് എന്നൊക്കെയുള്ള ഒരു ബോധം കൂടെ നമുക്ക് ഈ കാലഘട്ടത്തിൽ ഉണ്ടാവും. പ്രീവിയസ് കർമാസുമായിട്ട് ഭയങ്കര അതിൻ്റെ എല്ലാ ഗുണദോഷങ്ങളും അനുഭവിപ്പിക്കുന്നത് ഈ കാലഘട്ടത്തിലാണ് ശനിയുടെ. അപ്പോൾ ഒരു വ്യക്തിനെ ഒന്ന് സ്ട്രീം ലൈൻ ചെയ്യും, അവനെ മൊത്തത്തിൽ ഒന്ന് ബെറ്റർ ആക്കി എടുക്കും, അല്ലെങ്കിൽ അവന് കുറേ കാര്യങ്ങൾ ബെറ്റർമെൻ്റായിട്ട് നമ്മൾ ചിന്തിച്ചാൽ മതി. ശനിയൊക്കെ ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ വിഷമിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ നോക്കിയും കണ്ടും ചെയ്യാനാണ് പറയുന്നത്. അല്ലാതെ കർമ്മം ഇല്ലാതെ ഓഫീസിൽ പോകാതെയും ജോലിക്ക് പോകാതെയും കട തുറക്കാതെയും ഒന്നും ഇരിക്കണമെന്ന് പറയുന്നില്ല. എല്ലാ കർമ്മനിരതനായിട്ടിരിക്കാനാണ് പറയുന്നത്. അതാണ് ശനിക്ക് ഇഷ്ടം. നമ്മളെപ്പോഴും സദാസമയവും ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ ശനിക്കത് വളരെ ഹാപ്പിയാണ്. ഓക്കെ, സാറ് പറഞ്ഞു ഈ ശനി എന്ന് പറയുന്നത് നല്ലൊരു ഒരു ബിസിനസ്മാനും കൂടെ അല്ലെങ്കിൽ ആക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും ആ വ്യക്തി? ഇപ്പം ധനു മകര ലഗ്നത്തെ തന്നെ നമുക്കെടുക്കാം. മകര ലഗ്നത്തിൻ്റെ 10th ഹൗസിൽ ഉച്ചത്തിൽ ശനി നിൽക്കുന്ന ഒരു ചാർട്ട്. ഓക്കെ, അത് തീർച്ചയായിട്ടുള്ളൊരു ബിസിനസ്മാൻ ആയിരിക്കും. പിന്നെ ശനിയുടെ എക്സോൾട്ടഡ് ഹൗസ് എന്ന് പറയുന്നത്, അതായത് ഉച്ചസ്ഥിതി എന്ന് പറയുന്നത് തുലാം രാശിയാണ്, സൈൻ ഓഫ് ലിബ്ര. ഓക്കെ, അതിൻ്റെ ചിഹ്നം തന്നെ ത്രാസാണ്, കച്ചവടം. അപ്പം ഏറ്റവും കംഫർട്ടബിൾ ശനിയുടെ ഒരു ഹൗസ് എന്ന് പറയുന്നത് തുലാം രാശിയാണ്. മകരവും കുംഭവും ഓൺ ക്ഷേത്രങ്ങളാണെങ്കിൽ ഈ തുലാം രാശിയിൽ പുള്ളി ഭയങ്കര കംഫർട്ടബിളാണ്. കാരണം അതൊരു കച്ചവട രാശിയായതുകൊണ്ട് തന്നെയാണ്. അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ കറക്റ്റ് ആ സൈനമൊക്കെ അതിൻ്റെ കറക്റ്റിനായിട്ട് വെച്ചിരിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാലും ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഏത് നിലവാരത്തിലും മാർക്കറ്റിലോട്ട് വേണേൽ ഇറങ്ങി നിന്ന് സംസാരിച്ച്
ബാർഗെയിൻ ചെയ്തും ലേലം പിടിച്ചും കൊടുത്തും വാങ്ങിയും ഒക്കെ ആ ശനി അവിടെ ഡീൽ ചെയ്യും. അതുകൊണ്ടാണ് ആ ഹൗസ് പുള്ളിക്ക് ബിസിനസ്സിലെ എക്സോൾട്ടഡ് ആയിരിക്കും. ബിസിനസ്സിൽ തന്നെ ആൾ ഇങ്ങനെ ഒരു ചാർട്ടുള്ള ഒരാൾ വളരെയധികം എനർജറ്റിക് ആയിട്ട് നിൽക്കും, ഫീൽഡിൽ അറിയപ്പെടും. അയാൾ ഈ പറഞ്ഞ ഏതെങ്കിലും മേഖലയായിട്ട് ബന്ധം കാണും. മനസ്സിലായില്ലേ? ഒരു ഹോം ഗ്രൗണ്ട് ആണ്, ആൾക്ക് നന്നായിട്ട് അവിടെ ഒന്ന് പെർഫോം ചെയ്യാനായിട്ട് ശരിക്കും പെർഫോം ചെയ്യാനായിട്ട് കർമ്മരംഗമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഹൗസാണ് അത്. വെരി കംഫർട്ടബിൾ ഹൗസ്. അപ്പോൾ അതുകൊണ്ട് ആ പീരീഡിലൊക്കെ ഇതേ പൊസിഷനുള്ള, അതായത് ഈ ശനി ഉച്ചത്തിൽ നിൽക്കുന്ന ആൾക്കാർക്ക് 7.5 ശനിയൊന്നും വലിയ പ്രോബ്ലംസ് ഒന്നും കാണിക്കത്തില്ല. പിന്നെ ലഗ്നാധിപനും കൂടെയാണ്, ഉച്ചത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും കുറച്ച് ചലഞ്ചസ് കാണും, അതില്ലാത്ത ലൈഫില്ലല്ലോ. ആ ചലഞ്ചസ് കൊണ്ട് എല്ലാം ഓവർകം ചെയ്തു പോകും. ബിസിനസ്സിൽ ടോപ്പായിരിക്കും, ടോപ്പ് ലെവലിൽ നിൽക്കും. അതാണ് ആ ഒരു ശനി ഒരു ബിസിനസ് എന്നുള്ള നിലയിൽ നിൽക്കുന്നതും തുലാൻ രാശിയിൽ എന്തുകൊണ്ട് അത് എക്സോൾട്ടഡ് ആയി എന്നുള്ളതിൻ്റെ റീസൺ ഇത് തന്നെയാണ്. കച്ചവട രാശിയിൽ ഒരു പക്ക കച്ചവടക്കാരനല്ലേ പറ്റുള്ളൂ, അതെ അല്ലേ? അപ്പോൾ അതാണ് ഇതിൻ്റെ എല്ലാം ഈ ഗ്രഹങ്ങൾ, ഇതിൻ്റെ 12 ഹൗസസ്, അതിന് കൊടുത്തിരിക്കുന്ന സൈന് എല്ലാം ഇതുമായിട്ട് കണക്റ്റഡ്. ഓരോ സൈനും അതാത് കാര്യങ്ങളുമായിട്ട് കണക്റ്റഡ്. അപ്പോൾ ആ ഒരു സ്വന്തം ഹൗസിൽ ആളുടെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലേസിൽ വന്ന് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുമ്പം ആൾക്ക് അവിടെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറയും. ആളുടെ മേഖലയിൽ ആൾ നല്ലൊരു ഉയർച്ചയിലേക്ക് തന്നെ ആൾ എത്തുകയും ചെയ്യും. അപ്പം അങ്ങനെ വരുന്ന ആ ഒരു സ്ഥിതിയിൽ ആൾക്ക് അതിൻ്റെ സ്റ്റോണും കൂടെ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ പറ്റും. ഭയങ്കരമായിട്ട് ആളെ സപ്പോർട്ട് വ്യത്യാസം വരും. പിന്നെ ഭയങ്കരമായിട്ട്, കാരണം മകൻ്റെ ലഗ്നമാണെന്ന് വിചാരിക്കാം. ലഗ്നം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഹൗസ് തന്നെ ശനിയാണ്, സെക്കൻഡ് ഹൗസും ശനി തന്നെ. മകരം കുംഭം പുള്ളിയുടെ ഓൺ ഹൗസസാണ്. അപ്പോൾ ലഗ്നാധിപനും 2ാം ഭാവാധിപനും കർമ്മസ്ഥാനത്ത് ഉച്ചത്തിൽ നിൽക്കുന്നു. ഉച്ചം കൃത്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ആ ചാർട്ടിൽ നോക്കണം കേട്ടോ. ഡിഗ്രിയൊക്കെ ഇറക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ തന്നെയും ഈ ബ്ലൂ സഫയർ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും. നമ്മളിപ്പം പറഞ്ഞു വന്നിരുന്നത് ആ ഒരു ശനിയുടെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷന് അവിടെ ആൾ എത്രത്തോളം നന്നായിട്ട് പെർഫോം ചെയ്യുന്നു, അല്ലെങ്കിൽ എത്രത്തോളം നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നു എന്നുള്ള അതിൻ്റെ കാരണങ്ങളാണ് പറഞ്ഞത്. അവിടെ ആൾക്ക് ശനിയുടെ രത്നം ബ്ലൂ സഫയറും കൂടെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുകയാണ്, ഒക്കെ വളരെയധികം ഗുണം ചെയ്യും. ഇത് എല്ലാവരുടെയും കാര്യത്തിൽ ഇതിങ്ങനെ തന്നെയായിരിക്കും. അതായത് മകര ലഗ്നം 10ൽ ശനി, ഇതിനാണ് ചോദിക്കുന്നത്. അതെ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലും കൺജക്ഷൻസ് ഈ ഹൗസിൽ, ഈ തുലാത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ, കാരണം തുലാം രാശിയിൽ സൂര്യൻ നീചോ, തുലാമാസത്തിൽ ജനിച്ച ഒരാൾ ശനി ഉച്ചത്തിൽ നിൽക്കുന്നു. ഈ ഇത്രയും പെർഫോമൻസൊക്കെ ചെയ്യുമ്പോഴേ, പക്ഷേ സൂര്യൻ നീചത്തിൽ അവിടെ പെട്ടിട്ടുണ്ട്, ശരിക്കും ഡെബിലിറ്റേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് വർക്കിങ്ങിലും ബിസിനസ്സിലും ഒക്കെ നല്ല റീച്ചും കാര്യങ്ങളും എല്ലാം കാണുമെങ്കിലും അധികം ആരും അറിയപ്പെടത്തില്ല, അംഗീകാരം കിട്ടാതെ പോകും. അങ്ങനെയുള്ളവരുണ്ടല്ലോ. ഓക്കെ. അതായത് സൂര്യൻ അവിടെ നീചപ്പെട്ട് നല്ല നീചത്തിലാണ് നിൽക്കുന്നതെങ്കിൽ സൂര്യശനി കൺജക്ഷൻ അത്ര നല്ലതല്ല. അല്ല, അതെന്തുകൊണ്ടായിരിക്കും ആൾക്ക് അവിടെ ഒരു അംഗീകാരം കിട്ടാതെ പോകുന്നത്? ഈ സൂര്യൻ്റെ നീചസ്ഥിതിയാണ്. സൂര്യൻ എന്തുകൊണ്ട് നീചസ്ഥിതി സംഭവിച്ചു അവിടെ, അങ്ങനെ ചോദിക്കാമല്ലോ. അപ്പോൾ ശനി എന്തുകൊണ്ട് ഉച്ചത്തിൽ നിൽക്കുന്നു തുലാത്തിൽ എന്ന് ചോദിച്ച പോലെ തന്നെ സൂര്യൻ എന്തുകൊണ്ട് നമ്മൾ ഒരു പ്രാവശ്യം അത് പറഞ്ഞതാണ്. എന്നാലിപ്പോൾ ഈ ഒരു ഇന്നും കൂടെ അത് സംസാരിക്കാം. അത് സൂര്യന് എന്ന് പറയുന്ന റോയൽ, എന്തൊക്കെയാണ് സൂര്യൻ്റെ ക്യാരക്ടർ? സൂര്യൻ ഒരു രാജാവാണ്, നവഗ്രഹങ്ങളുടെ അധിപനാണ്. സൂര്യൻ വെട്ടവും പ്രകാശവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഒരു ഗ്രഹമാണ്, കിങ് ആണല്ലോ. ഈ തുലാൻ രാശിയോ കച്ചവട രാശിയാണ്. കച്ചവടം എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ ഇറങ്ങണം, ആൾക്കാരോട് സംസാരിക്കണം, വില പേശണം, ഏത് ലെവലിലും പോയി ഇടപെടണം. എന്തും പറയണം, വാടാന്ന് വിളിച്ചാൽ പോടാന്ന് പറയാനുള്ള ധൈര്യം വേണം. അതാണല്ലോ മാർക്കറ്റ് സിറ്റുവേഷൻ ആണത്. അതൊരു രാജാവിന് പറ്റുമോ? ഒരിക്കൽ പോലും ആ താഴെ കിളയിലോട്ട് ഇറങ്ങി വന്നിട്ട് പുള്ളി ചെയ്യത്തില്ല. ആ മാർക്കറ്റ് താഴെക്കിടന്ന് ഞാൻ വേറെ ഒന്നുമല്ല ഉദ്ദേശിച്ച്, അതായത് കോമൺ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു കച്ചവട സ്ഥലത്ത് ഒരു രാജാവോ ഒരു നേതാവോ ഒന്നും വന്ന് അവിടെ നിൽക്കാൻ അവർ കംഫർട്ടബിൾ ആയിരിക്കത്തില്ല.
അപ്പോൾ അതുകൊണ്ട് അവിടെ പുള്ളിക്ക് ഒന്നും ചെയ്യാൻ മേലാതെ നിൽക്കുന്നതിനാണ് പുള്ളിക്ക് അവിടെ ഡെബിലിറ്റേഷൻ സംഭവിക്കുന്നത്. സൂര്യനും ശനിയും വന്നപ്പോൾ സൂര്യൻ നല്ല കീർത്തിയും സൽകീർത്തിയും പിതൃഗുണങ്ങളും എല്ലാം തരേണ്ട ആൾ ആണ് സൂര്യൻ. സൂര്യൻ നീചപ്പെട്ടതെന്ന് മാത്രമല്ല ശനി കൂടെ നിൽക്കുന്നു. അപ്പം അതിന് ആ ഒരു പേരും പ്രശസ്തിയിലേക്കും പോരാതെ പോവുക, അല്ലെങ്കിൽ ബിസിനസ്സിൽ തന്നെ നല്ല ലെവലിൽ നിൽക്കുമ്പോൾ എന്തെങ്കിലും ചെറിയൊരു മൈനസ് ഇഷ്യൂസ്, ഒരു പേര് ദോഷം കയറി വരിക. അതായത് പിന്നെ അത് ക്ലിയർ ചെയ്ത് പോകും കേട്ടോ. ആള് നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്, പക്ഷെ അതിന് ആ റീച്ച് അല്ലെങ്കിൽ ആ ഒരു അംഗീകാരം ആൾക്ക് കിട്ടുന്നില്ല. നല്ലോണം ഇതൊക്കെ ഉണ്ട്. നല്ല ഇപ്പോൾ ഒരു പ്രസ്ഥാനം തന്നെ നടത്തുന്ന ഒരാളാണെന്ന് വിചാരിച്ചാലും പുള്ളിക്ക് ഉദ്ദേശിക്കുന്ന ഒരു സപ്പോർട്ടും ഒരു ബാക്കപ്പും ചിലപ്പം പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യുന്നവരിൽ നിന്ന് പുള്ളിക്ക് കിട്ടുന്നുണ്ടാവത്തില്ല. അങ്ങനെയും വരാം. ഓക്കെ, ആ രീതിയിലും ഇത് എഫക്റ്റ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് സൂര്യശനി കേസും കൂടെയാണ്, സൂര്യശനി കോർട്ട് കേസുകൾ. അപ്പോൾ അതൊക്കെ നമുക്ക് ആ ചാർട്ട് നോക്കിയാലേ അതിനകത്ത് ചൊവ്വയുടെ പൊസിഷൻ എന്താണ്. ഇപ്പോൾ സൂര്യനും ശനിയും അതുപോലെ തന്നെ ചൊവ്വയും ഒക്കെ കൂടെയുള്ള കൺജക്ഷൻ ആണെങ്കിൽ അത് കർമ്മരംഗത്ത് 10th ഹൗസിലാണെങ്കിൽ നല്ല സ്ട്രഗിളിങ് ആയിരിക്കും. അതായത് ഇപ്പം ശനി ഉച്ചത്ത് നിൽക്കുന്നു, പക്ഷേ സൂര്യൻ അവിടെ ഡെബിലിറ്റേഷൻ സംഭവിച്ചു, അതോടൊപ്പം ചൊവ്വയും വന്നോടെ. അല്ലെങ്കിൽ ചൊവ്വ മേടത്തിൽ ഈ തുലാത്തിലേക്ക് നോക്കുന്നു. വരുമ്പോഴൊക്കെ നമുക്ക് ഇപ്പോഴും ഒരു കാര്യം നോട്ട് ഈസി. പുള്ളി ഒറ്റയ്ക്ക് അവിടെ എക്സോൾട്ടറായിട്ട് കർമ്മരംഗത്ത് നിന്നാണ് പുള്ളിക്ക് ഈസി. എല്ലാം പുള്ളിയുടെ വഴിക്ക് വരും. പക്ഷെ അതിനൊരു തടസ്സം ഇവിടെ വരും. ചൊവ്വയും കൂടെ വരുമ്പോഴത്തേക്ക് പലപ്പോഴും ഡിസ്പ്യൂട്ടും ചലഞ്ചസും കൊണ്ട് ചൊവ്വ ശനി ബന്ധം എപ്പോഴും ഒരു സ്ട്രെയിനും സ്ട്രെസ്സും ഉണ്ടാക്കുന്ന ഒരു കാര്യങ്ങൾ ഈസി ആയിട്ടല്ല പോകുന്നത്. സ്ട്രഗിൾ ചെയ്തിട്ടേ നമുക്ക് അങ്ങോട്ട് എത്തിപ്പെടാനായിട്ട് വരത്തുള്ളൂ. പെർഫോം ചെയ്യും, എന്നിരുന്നാൽ പോലും ആൾക്കതിനകത്ത് കുറച്ച് എഫേർട്ടുകൾ എടുത്ത് അല്ലെങ്കിൽ കുറച്ച് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ സംഭവിക്കും. പിന്നെ ഇപ്പോൾ സൂര്യൻ ഉച്ചത്തിലാണെന്ന് വിചാരിക്കുക. ഓക്കെ, ശനി ഇവിടെ ഉച്ചത്തിൽ 10 മകരലഗ്നമാണ്, 10 ശനി ഉച്ചത്തിൽ, സൂര്യന് ഉച്ചത്തിൽ. ഇങ്ങനെ വരുമ്പോഴും നമുക്ക് ആ രണ്ടുപേരും ഓപ്പോസിറ്റ് പ്ലാനറ്റ്സ് ആണ്, പക്ഷെ രണ്ടുപേരും ഉച്ചസ്ഥിതിയിലാണ് നിൽക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ചിലപ്പം അത് ആ ബിസിനസ്സിലുണ്ടാകുന്ന ചില ഇഷ്യൂസോ വിവാദങ്ങളോ ഒക്കെ പുള്ളിക്ക് നന്മയായിട്ടും കയറി വരും. അല്ലെങ്കിൽ ഒരു ഇഷ്യൂ കഴിയുമ്പോൾ ആൾ ഫേമസ് ആകും. ആ രീതിയിലും വരാം. ഓക്കെ, അപ്പോൾ ഈ ആ ഓരോ പൊസിഷൻസ് അതല്ലെങ്കിൽ ഗ്രഹങ്ങളുടെ ഓരോ സ്ഥിതിയാണ് നമുക്കിത് ഓരോന്നും കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ. അതായത് നമുക്ക് അനുകൂലമായ ഒരു ഹൗസിൽ ആ പർട്ടിക്കുലർ ഗ്രഹത്തിൻ്റെ അനുകൂലമായ അല്ലെങ്കിൽ എക്സോട്ടറായിട്ടുള്ള ഹൗസിൽ മറ്റ് കൺജക്ഷനൊന്നുമില്ലാതെയും ഡിസ്റ്റർബൻസ് ഇല്ലാതെയും നിൽക്കുവാണെങ്കിൽ അത് നന്നായിട്ട് പെർഫോം ചെയ്യും അവിടെ. അതാണ് ഇപ്പോൾ ഈ ശനിയുടെ അനുകൂലമായ ഗ്രഹങ്ങളുണ്ട്, ബുധ ശുക്രനൊക്കെ വളരെ ഫേവറബിളായിട്ടുള്ള. മനസ്സിലല്ലേ? അങ്ങനെ ഈ മകരലഗ്നം പോലുള്ള അല്ലെങ്കിൽ കുംഭലഗ്നം പോലുള്ളവർക്ക് ആ ബുധ ശുക്ര കാലഘട്ടങ്ങളും നല്ലതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു കൺജക്ഷൻ ഇപ്പോൾ ചൊവ്വയും സൂര്യനും ഈ ശനിയുടെ കൂടെ എക്സോൾട്ടായിട്ട് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളൊന്നും ആയിരിക്കത്തില്ല. ബുധനും ശുക്രനും കൂടെ കൺജക്ഷൻ വന്നു. ഉച്ചത്തിൽ സൂര്യൻ തുലാത്തിൽ ശുക്രൻ പുള്ളിയുടെ ഓൺ ഹൗസിൽ, ശുക്രൻ്റെ ഓൺ ഹൗസിൽ, 10ാം ഭാവാധിപൻ 10. ലഗ്നാധിപനും ധനാധിപനുമായിരിക്കുന്നുള്ള ശനി ഉച്ചത്തിൽ കർമ്മസ്ഥാനത്ത്, ഭാഗ്യാധിപനായിരിക്കുന്ന ബുധൻ 10. കാരണം കന്നി എന്ന് പറയുന്നത് ബുധൻ്റെ ഉച്ചരാശിയാണ്, തുലാം രാശിയാണ്, മകരത്തിൻ്റെ കൗണ്ട് ചെയ്തതൊന്നുമല്ല. അപ്പോൾ അങ്ങനെ വരുന്നവർക്ക് പിന്നെ നമ്മളൊന്നും പറയാനില്ല, ഒരു ഡിഫറൻറ്റ് മേഖലകളിലായിരിക്കും. വളരെ വലിയ പൊസിഷനിലേക്കാണെങ്കിൽ ഭയങ്കര ഹൈ റേഞ്ചിൽ അവർ സ്കെയിലിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കും, വിവിധ രാജ്യങ്ങൾ സഞ്ചരിക്കുന്നവരായിരിക്കും. അതുപോലെ തന്നെയുള്ള വലിയ വലിയ ലക്ഷൂറിയസ് ആയിട്ടുള്ള കാര്യങ്ങളിലെല്ലാം പെടും. കാരണം ശുക്രൻ കൂടെ നിൽക്കുക. ശനി എന്ത് പണിയും ചെയ്യുമെങ്കിലും ശുക്രൻ കൂടെ വന്നപ്പോഴത്തെ അതിനകത്ത് വേറൊരു ഒരു കൂടെ ലക്ഷറി വന്നു, അവിടെ ലക്ഷറി വന്നു. ബുധനും കൂടെ വന്നപ്പോൾ കർമ്മരംഗത്ത് കണക്ക് കൂട്ടിയിട്ട് ചെയ്യും. ബുധൻ കണക്കിൻ്റെ ആളാണ്.
അപ്പോൾ എല്ലാം കൂടെ ഒന്ന് ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ ചെയ്യുകയും അതിൽ 100% വിജയം കൈവരിക്കുകയും ചെയ്യുന്ന ആളായിരിക്കും ഈ വ്യക്തി എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു വന്ന് വളരെ സവിശേഷപ്പെട്ട ഒരു പ്ലാനറ്ററി പൊസിഷനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അതായത് ശനിയും അതുപോലെ തന്നെ സൂര്യനും വളരെ ഉച്ചത്തിൽ നിൽക്കുന്നു. അതോടൊപ്പം തന്നെ വളരെ പോസിറ്റീവായിട്ട് ബുധനും ഉണ്ട്, വ്യാഴവും ഉണ്ട്. ഈ വ്യക്തി ഭയങ്കര ഒരു ഉയർച്ചയിലായിരിക്കും. അതോടൊപ്പം തന്നെ ഒരു ലക്ഷറി ആയിട്ടുള്ള ഒരു വളരെ എക്സോൾട്ടഡ് ആയിരിക്കുന്ന പൊസിഷൻ ആയതുകൊണ്ട് വളരെ ലക്ഷറി ഇയാളുടെ ഒരു ജീവിതത്തിലുണ്ടാവും. ഇപ്പം ഇങ്ങനെ ഒരു ചാർട്ട് ഈ വ്യക്തിക്ക് മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ എപ്പോഴും ആൾ ഇങ്ങനെ തന്നെ ആയിരിക്കുമോ? എപ്പോഴും ഒരു വളരെ ഉയർച്ച, ലക്ഷറി ഒക്കെ ആയിട്ട് മുമ്പോട്ട് പോകുമോ? ഒരിക്കലുമില്ല. മനുഷ്യൻ്റെ ഗുണദോഷ സമ്മിശ്രമായിട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ കാണുന്ന പോലെ ആയിരിക്കില്ല ഒരാളുടെ ലൈഫ്. മനസ്സിലല്ലേ? കാണുമ്പോൾ നല്ല കർമ്മരംഗത്ത് അയാൾ വളരെ ഉച്ചത്തിലായിരിക്കും. ഇപ്പോൾ നമ്മളിതിനകത്ത് പറഞ്ഞതിനകത്ത് ബുധനും ശുക്രനും ശനിയും 3 തുലാം രാശി നിൽക്കുന്നു. അതിൽ ശനി ഉച്ചത്തിൽ നിൽക്കുന്നു. മറ്റേത് കർമാധിപൻ കർമ്മസ്ഥാനത്ത്, ഭാഗ്യാധിപൻ കർമ്മസ്ഥാനത്ത്. ഇതാണ്. വ്യാഴമില്ല എൻ്റെ കൂടെ. വ്യാഴം വന്നാൽ അതിന് വേറൊരു റേഞ്ച് വരും. കാരണം കയറലഗ്നക്കാർക്ക് 3ഉം 12ഉം ഭാവാധിപനാണ് വ്യാഴം. അപ്പോൾ അത് വരുമ്പോൾ അതിന് ചെറിയൊരു മൈനസ് പോയിൻ്റ് ഉണ്ട്. വ്യാഴവും ബുധനും തമ്മിൽ ചേരാത്ത ഗ്രഹമാണ്. ശുക്രനുമായിട്ടും അതെ. അപ്പോൾ അതുകൊണ്ട് വ്യാഴമില്ലാതെയാണ് അത് നിൽക്കുന്നത്. അപ്പം ഇദ്ദേഹത്തിന് ഒരു പ്രശ്നമില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഈ മകരലഗ്നത്തിൻ്റെ 7th ഹൗസ് എന്ന് പറയുന്നത് കർക്കിടകമാണ്. 7ാം ഭാവാധിപൻ നീചത്തിലാണ് നിൽക്കുന്നത് ഈ വ്യക്തിക്ക്. 7ാം ഭാവാധിപൻ വൃശ്ചികത്തിൽ നീചപ്പെട്ടു പോയി. അപ്പോൾ പുള്ളിക്ക് പാർട്ട്ണർ സൈഡ് കൊണ്ട് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ കൊള്ളത്തില്ലെന്ന്. പിന്നെ ലൈഫ് പാർട്ട്ണർ എപ്പോഴും നമുക്ക് പുള്ളിക്ക് ഒരു മനക്ലേശമൊന്നുമില്ല. അസുഖങ്ങൾ കൊണ്ടോ രോഗങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ആ ഒരു കാര്യത്തിന് എന്തൊരു കുറവ് സംഭവിക്കുന്നുണ്ട്. ഒരു മൈനസ് പോയിൻ്റ് അവിടെ വരുന്നത് 7ാം ഭാവാധിപനായിരിക്കുന്ന വളരെ ഇമ്പോർട്ടൻറ്റ് ഭാവമാണ് 7ാം ഭാവ്. 7ാം ഭാവാധിപൻ പോയി നീചത്തിൽപ്പെട്ടപ്പം ഈ ഫാമിലി സംബന്ധം, ചന്ദ്രൻ ആരാന്ന് ചോദിച്ചാൽ ചന്ദ്രൻ ഫാമിലിയുടെ ആളാണ്. സെൻറ്റിമെൻറ്റ്സ് ആണ്, ഫീലിങ്സ് ആണ്, അമ്മയാണ്. മനസ്സിലായല്ലേ? അപ്പോൾ ചിലപ്പം അമ്മ ചിലപ്പോൾ അദ്ദേഹത്തിന് അമ്മയുണ്ടാവില്ല. അതിൻ്റെ വിഷമം ചിലപ്പോൾ അദ്ദേഹത്തിന് കാണും. ഫാമിലിയുടെ കൂടെ നിൽക്കാൻ പറ്റാത്തതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫറൻസ് ഇൻ ഒപ്പീനിയനോ കാര്യങ്ങളോ ഒക്കെ ലൈഫിൽ വരാം. അത് നമ്മളാരും അറിയണമെന്നില്ല. നമ്മൾ കാണുന്ന അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനങ്ങളും അദ്ദേഹത്തിൻ്റെ ലക്ഷറീസ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അതുകൊണ്ട് മനുഷ്യ ജന്മം എന്ന് പറയുന്നത് അപ്പ് ആൻഡ് ഡൗൺസ് ആണ്. തീർച്ചയായിട്ടും അതിനകത്ത് ഒരാളുടെ കർമ്മം മറ്റൊരാളുടെ അല്ല, ഡിഫറെൻ്റാണ്. ഒരാൾ വളരെ ഉച്ചസ്ഥിതിയിൽ വളരെ ലാവിഷായിട്ട് അല്ലെങ്കിൽ ലക്ഷറിയസ് ആയിട്ട് നടക്കുമ്പോൾ അത് എനിക്കില്ലല്ലോ എന്ന് വിചാരിക്കരുത്. നമ്മുടെ കർമ്മം നമുക്ക് വേറെയാണ് നമ്മുടെ ലെവൽ. അതിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ടാണ് ആചാര്യന്മാർ പറയുന്നത്. ഒരു കമ്പാരിസന് ഒരാളെ തമ്മിലും പോലും കമ്പയർ ചെയ്യരുതെന്നാണ് പറയുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഡൗൺ ആയി. അയാൾ വലിയ ടോപ്പ് ലെവലിലാന്ന് പറയുമ്പോൾ നമ്മൾ താഴെയാന്നുള്ള നമ്മൾ തന്നെ അങ്ങ് സ്ഥാപിച്ചെടുക്കുക ചെയ്യുന്നത്. ഒരിക്കലും അതിൻ്റെ ആവശ്യമില്ല. അയാളുടെ ഫീൽഡിൽ ചെയ്യുന്നതല്ല കൊള്ളാം, ഓക്കെ, ഞാൻ എൻ്റെ ഫീൽഡിൽ എന്നെക്കൊണ്ട് ചെയ്യാവുന്ന പോലെ ഞാൻ ചെയ്യുന്നു. ഒന്നല്ലെങ്കിൽ എനിക്ക് മറ്റ് പല പ്ലസ് പോയിൻറ്റ്സും കാണും. ഈ നമ്മൾ വളരെ ഉന്നത നിലയിൽ നിൽക്കുന്ന ആളുടെ കാണുന്ന മൈനസ് പോയിൻ്റ് നമ്മൾ കാണുന്നില്ല. ചിലപ്പം അദ്ദേഹത്തിനില്ലാത്ത ആ പോയിൻറ്റ്സ് എല്ലാം നമുക്ക് പ്ലസ്സായിട്ട് കാണും. ഇപ്പറ എല്ലാം കൂടെ തികച്ച് ആർക്കും കിട്ടത്തില്ല. അതൊരു പ്രകൃതി നിയമമാണ്. പ്രകൃതി എങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ചെറിയൊരു മൈനസ് കൂടെ വെച്ചിട്ട് കൊടുക്കുള്ളൂ. എങ്കിൽ മാത്രമേ അതിൻ്റെ ഒരു പൂർണ്ണത എത്തുന്നുള്ളൂ. നമുക്ക് സുഖം മാത്രം അല്ലെങ്കിൽ എപ്പോഴും സന്തോഷം മാത്രമാണെങ്കിൽ അതിലൊരു ഇതില്ല. നമ്മൾ ഇപ്പോൾ ഇദ്ദേഹത്തിന് വളരെ ലക്ഷറിയസ് ആയിട്ടും അദ്ദേഹത്തിന് വളരെ ഉയർച്ചയിലും വരുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ചെറിയ പ്രായത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ട ആളും പ്രയാസപ്പെട്ട ആളുമാണ്. പലരുടെ അങ്ങനെ കേൾക്കാറുണ്ടല്ലോ. വളരെ നിലയിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ. ചെറുപ്പത്തിൽ വളരെ ഇതിൽ പോകുന്നു. വളരെ മോശമായ സ്ഥിതിയിൽ നിന്നാണ്
പിന്നെ കീറി വരുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഇങ്ങനെയുള്ള ഒരു പൊസിഷനിൽ ഇവർക്ക് പറ്റുന്ന രത്നങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ശരിക്കും ഇപ്പം നമുക്ക് ഈ മകരലഗ്നവും ശനി ശുക്രൻ ബുധൻ 3 പേരും 10th ഹൗസ് തന്നെ നിൽക്കുമ്പോൾ അവിടെ 3 പേരുടെ സ്റ്റോൺസ് യൂസ് ചെയ്യാൻ പറ്റും. ബ്ലൂ സഫയർ, എമറാൾഡ്, ഡയമണ്ട്, അല്ലെങ്കിൽ ഡയമണ്ട് പറ്റുന്നില്ല എങ്കിൽ നമുക്ക് അതിന് പകരമുള്ള വൈറ്റ് സഫയർ, അക്യുമറൈന് ഒക്കെ യൂസ് ചെയ്യാം. വൈറ്റ് ടോപ്പാസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്റ്റോണുകളിലേക്ക് നമുക്ക് പോകാനായിട്ട് പറ്റും. അതായത് ശനിയുടെ രത്നം ബ്ലൂ സഫയർ ഉപയോഗിക്കാം, പ്ലസ് ബുധൻ്റെ രത്നം ആൾക്ക് യൂസ് ചെയ്യാം. ശുക്രൻ്റെ രത്നം ഉപയോഗിക്കാം. കാരണം ഇദ്ദേഹത്തിന് ശുക്രൻ്റെ ഡയമണ്ട് മേടിക്കാൻ വലിയ പ്രയാസമൊന്നും കാണത്തില്ല. കാരണം ആള് ഓൾറെഡി നല്ല ലെവലിൽ നിൽക്കുന്ന ആൾക്കാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് പുള്ളിയുടെ സപ്പോർട്ട് ചെയ്യുന്ന ഈ 3 ഗ്രഹങ്ങളുടെ ബലത്തിലാണ് ഇദ്ദേഹം പുള്ളിയുടെ ലൈഫ് കെട്ടിപ്പടുത്തിരിക്കുന്നത്. അതിന് വീണ്ടും സ്ട്രെങ്തൻ ചെയ്യാം, ഇല്ലേ? അതെ. ഇപ്പം നമുക്കൊരു സ്ഥാപനമോ ഒരു വീടോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളത് വീണ്ടും ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് റെഡിയാക്കി ഒന്നുകൂടെ അതിന് മഴക്കാലമൊക്കെ കഴിയുമ്പോഴത്തേക്കും ഒന്നുകൂടെ സൈഡൊക്കെ ഒന്ന് കെട്ടി ഒക്കെ നമ്മൾ നിർത്തുകയല്ല, സപ്പോർട്ട് ചെയ്യണമല്ലോ. എല്ലാത്തിനും എല്ലാ ഗ്രഹങ്ങൾക്കും നമ്മളുടേതായിട്ടുള്ള സപ്പോർട്ടും ആവശ്യമാണ്. അപ്പോൾ അവർ കൂടുതലായിട്ട് എൻഹാൻസ് ചെയ്യും. ഇപ്പോൾ ഈ ബ്ലൂ ഷർട്ട്സ്, ബ്ലൂ കളേഴ്സൊക്കെ ഇദ്ദേഹത്തിന് ഉപയോഗിക്കുന്നതൊക്കെ ഭയങ്കര ഗുണം ചെയ്യും. അപ്പോൾ കാരണം ശനിയിൽ നിന്ന് വരുന്ന റേസ്, കോസ്മിക് റേസ് തന്നെ വയലറ്റാണ്. അത് ബ്ലൂവും ബ്ലാക്കും ഒക്കെ ആയിട്ട് ബ്ലെൻഡ് ആവും. ഇത് നന്നായിട്ട് എൻഹാൻസ്ഡ് ആവും. ഓക്കെ. അപ്പോൾ ആളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും. അങ്ങനെ നമ്മൾക്കും ചെയ്യാവുന്നത് പോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബുധനെ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന അങ്ങനെ ബുധൻ്റെ നല്ല ഗ്രീൻ വെജിറ്റബിൾസ്, അതുപോലെ തന്നെ ചെറുപയർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കും. ആ പ്രോട്ടീനൊക്കെ നമുക്ക് കൂടുതലായിട്ട് വരും. ബുദ്ധിപരമായിട്ടുള്ള കഴിവുകൾ നമുക്കുണ്ടാവും. അങ്ങനെ പല സംഗതികൾ കൊണ്ടാണ് ഒരു മനുഷ്യന് അവൻ്റെ ആ ലൈഫ് നല്ല ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. ഓക്കെ. എനിക്ക് തോന്നുന്നു ഇന്നത്തെ എപ്പിസോഡിലും ധാരാളം വിവരങ്ങളും വിശേഷങ്ങളും ഉണ്ടായിരുന്നു. ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ള സമയമായി. അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.